ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ സ്കാനിംഗ് നിഷേധിച്ചെന്ന പരാതിയുമായി ആദിവാസി യുവതി തുടർച്ചയായി 3 തവണ സ്കാനിംഗ് നിഷേധിച്ചതോടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പരാതി നൽകിയിരിക്കുകയാണ് പാറേമാവ് കൊലുമ്പൻ കോളനി നിവാസി അപർണ ബിനു. ഈ റിപ്പോർട്ടോടുകൂടി ജാഗ്രതയുടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ചികിത്സ തേടിയെത്തുന്ന രോഗികളോട് ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രി ജീവനക്കാർ കടുത്ത വിവേചനം കാട്ടുകയാണെന്ന് പലതവണ പരാതി ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസമാണ് 5 മാസം ഗർഭിണിയായ ആദിവാസി ഊരാളി സമുദായത്തിൽപ്പെട്ട അപർണ ബിനു ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്കാനിങ്ങിനെത്തിയത്. കാരണം പറയാതെ തുടർച്ചയായി 3 തവണ തന്നെ തിരിച്ചയക്കുകയാണ് ചെയ്തതെന്ന് അപർണ പറയുന്നു. ഇവിടെ ഞാൻ മാത്രമല്ല, വേറെയുള്ള ആൾക്കാരും വരുന്നുണ്ട്. അവർക്ക് ഇതുപോലെ തന്നെ സ്കാനിങ്, എന്നെക്കാളും വയ്യാതെ നിവൃത്തിയില്ലാത്ത ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. എന്നിട്ട് പോലും അവർക്ക് അത് ചെയ്തു കൊടുക്കാനോ ഒന്നിനും അവർക്കുള്ള ഫെസിലിറ്റീസ് ഇല്ലാന്ന് പറഞ്ഞാൽ ഇവർ ഇവിടുന്ന് ഓടിക്കുക. വേറെ ഏതെങ്കിലും സ്കാൻ സെന്ററിൽ പോയി ചെയ്തിട്ട് വന്നു ഇവിടുന്ന് എഴുതി തരുന്ന പോലും അവർക്ക് ചെയ്യാനുള്ള നിവൃത്തി ഇവർക്കില്ല. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് ഇങ്ങനെ ചികിത്സ നിഷേധിക്കുകയാണെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതുപോലെ കാശും ഇല്ല ഒന്നുമില്ലാതെ വരുന്ന എത്രയോ മനുഷ്യരെയാണ് ഇവർ ബുദ്ധിമുട്ടിക്കുന്നത്. ദിവസവേതനാടിസ്ഥാനത്തിലുള്ള ജീവനക്കാരാണ് സ്കാനിംഗ് സെന്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ ജോലി ചെയ്യുന്നത്. അവർ വരുന്നു, വൈകുന്നേരം അവരങ്ങ് ഒപ്പിടുന്നു, അവർ പോകുന്നു എന്നുള്ളതല്ലാതെ ഒരു ജനങ്ങളോടൊന്നും ഒരു കടപ്പാടൊന്നുമില്ല. കാരണം ഈ കഴിഞ്ഞ ദിവസമൊക്കെ ആദിവാസി തൊട്ടടുത്തുള്ള കൊലുമ്പൻ കോളനിയുടെ കൊച്ചുമക്കളായ അവരൊക്കെ വന്ന് അവിടെ വന്നിട്ട് സ്കാനിങ് സംവിധാനത്തിന് വന്നിട്ട് അവരെയൊക്കെ ചുമ്മാ പട്ടികളെ പോലെ, പട്ടികളുടെ വില പോലും കൽപ്പിക്കുന്നില്ല. അവരോട് ഇന്ന് വാ നാളെ വാ എന്ന് പറഞ്ഞ് സ്വകാര്യ ലാബുകളിലേക്ക് ആളുകളെ എത്തിക്കാൻ വേണ്ടി വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും ഉൾപ്പെടുന്ന ചിലർ പ്രവർത്തിക്കുന്നതായുള്ള ഗുരുതര ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. വിഷയം ചൂണ്ടിക്കാണിച്ച് പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും ജില്ലാ കളക്ടർക്കും ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ് അപർണയും കുടുംബവും. ന്യൂസ് മലയാളം, ഇടുക്കി.